അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മുസ്തഫാഫി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 7ാം തരത്തിലേക്ക് പുതുതായി തയ്യാറാക്കപ്പെട്ട ഫിഖിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദില്ലദി അർസല ഇലാ കാഫത്തിൽ ഉമം വഅലാ ആലിഹി വസഹ്ബിഹി അല്ലദീന ഹും അഹ്ലുൽ ഫദ്ലി വൽ കർമ ബഅദ്. എന്താണ് ഹെഡിങ്? ഹാഫിളു അലസ് സ്വലവാ. നിങ്ങൾ നിസ്കാരങ്ങളിൽ ജാഗ്രതയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ കണിശത പുലർത്തുക, നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നർത്ഥം. നിസ്കാരത്തെക്കുറിച്ചും അതിന്റെ സമയത്തിന്റെ ഗൗരവത്തെക്കുറിച്ചുമാണ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. അയ്യുഹൽ വലദുൽ അസീസ്, ഓ പ്രിയ കുട്ടി, അത് തഅല്ലംത, തീർച്ചയായി നീ പഠിച്ചു കഴിഞ്ഞു. അന്ന സ്വലവാത്തിൽ ഖംസ ഫർളുൻ അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ ത്വാഹിരിൻ. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖ്ത് നിസ്കാരം ഫർളാണ് എന്നുള്ളത്. ഫഇന്നഹാ അഫ്ളലുൽ ഇബാദാത്തി വഅഅലമു ത്വാഅത്തി ബഅദ ഷഹാദത്തൈനി. നിസ്കാരം എന്നുള്ളത് 2 ഷഹാദത്തുകൾക്ക് ശേഷം ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും വലിയ വഴിപ്പെടലുമാണ്. വഹിയ അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ഒരു അടിമ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ദീന ലിമൻ ലാ സ്വലാത്ത ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീനില്ലാത്ത നിസ്കാരമില്ല. വ ഇന്നമാ മൗളിഉ സ്വലാത്തി മിനദ്ദീനി കമൗളിഉ റഅസി മിനൽ ജസദി. ദീനിൽ നിസ്കാരത്തിന്റെ സ്ഥാനം ശരീരത്തിൽ തലയുടെ സ്ഥാനം പോലെയാണ്. എന്ന് പറഞ്ഞാൽ തലയില്ലെങ്കിൽ ശരീരമില്ല, ജീവനില്ല. അതുപോലെയാണ് നിസ്കാരമില്ലെങ്കിൽ അവൻ എന്തില്ല? ദീനില്ല എന്നർത്ഥം. റവാഹു ത്വബറാനി, ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഹിയ ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ തൂണാണ്. ഒരു ബിൽഡിങ്ങിന്റെ തൂണ് നശിച്ചാൽ ആ ബിൽഡിംഗ് തന്നെ തകർന്നു പോകും എന്നതുപോലെ നിസ്കാരം തന്നെ ഇല്ലെങ്കിൽ അവന് ദീനില്ല എന്നാണ് അർത്ഥം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു ഇമാദുദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരം ദീനിന്റെ തൂണാണ്. ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ. നിസ്കാരം നിലനിർത്തിയവൻ ദീനിനെ നിലനിർത്തി. വമൻ ഹദമഹാ ഫഖദ് ഹദമദ്ദീൻ. നിസ്കാരം പൊളിച്ചവന് ദീനിനെയും പൊളിച്ചു. അൽ ബൈഹഖി, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇനി നോക്കൂ, അൽ മുഹാഫളത്തു അലസ് സ്വലവാത്ത്. നിസ്കാരങ്ങളിലുള്ള ജാഗ്രതയെ കുറിച്ച് പറയാം. യജിബു അദാഉ സ്വലാത്തി ഫീ വഖ്തിഹൽ മുഹദ്ദദി. നിസ്കാരം നിശ്ചിത സമയത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. സുഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ് ഖാല അസ്സലാത്തു അലാ വഖ്തിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? നബി തങ്ങൾ പറഞ്ഞു, നിസ്കാരം നിശ്ചിത സമയത്ത് നിസ്കരിക്കലാണ്. മുത്തഫഖുൻ അലൈഹി. എന്താ ഇതിന്റെ അർത്ഥം? ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമ 2 പേരും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആയതുകൊണ്ടാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. ഇനി ഇതിലെ 3 പോയിന്റ് പറയുന്നു, സമയത്തിനെ കുറിച്ചുള്ള 3 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ്, ഇദാ ഫാതത്തി സ്വലാത്ത് ബിഉദ്രിൻ കന്നൗമി വന്നിസ്യാനി. ഉറക്കം, മറവി പോലെയുള്ള കാരണം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഫയജിബുൽ ഖളാഉ വയുൻദബുൽ മുബാദറതു ബിഹി. ഖളാ വീട്ടൽ നിർബന്ധവും വേഗം ഖളാ വീട്ടൽ സുന്നത്തുമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇദാ ഫാതത്തി സ്വലാത്തു ബിഗൈരി ഉദ്രിൻ. കാരണം കൂടാതെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഫയൽസമു അലൈഹിൽ ഖളാഉ ഫൗറൻ വസർഫു ജമീഇ ഔഖാതിഹി ലിൽ ഖളാഇ
ഇല്ലാമാ ലാ ബുദ്ദ മിൻഹു, വേഗത്തിൽ ഖളാ വീട്ടൽ നിർബന്ധവും അനിവാര്യമായ കാര്യങ്ങൾക്കൊഴികെ തന്റെ മുഴുവൻ സമയവും ഖളാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കലും നിർബന്ധമാണ്. മൂന്നാമത്തെ പോയിന്റ്, യക്ഫുറു ജാഹിദു വുജൂബിഹ, നിസ്കാരത്തിന്റെ നിർബന്ധത്തെ നിഷേധിച്ചവൻ കാഫിറാവും. ഇനി നോക്കൂ ആ പെട്ടിക്കുളത്തില്, അസ്സലാത്തു ലാ തസ്ഖുതു മാദാമൽ അഖ്ലു സാബിത, ബുദ്ധി സ്ഥിരമാകുന്ന സമയത്തൊക്കെ നിസ്കാരം ഒഴിവാകൂല. യജിബു അലൽ മരീദി അൻ യുസല്ലിയ ഹസബ ഖുദ്റതിഹി, രോഗി കഴിവിന്റെ പരമാവധി നിസ്കരിക്കൽ നിർബന്ധമാണ്. വകദാലിക ഫീ ഹാലത്തി ശിദ്ദത്തിൽ ഖൗഫി, അതേ പ്രകാരം തന്നെ ശക്തമായ ഭയമുള്ള സമയത്തും യുസല്ലി അലാ ഹസബി ഇസ്തിതാഅതിഹി, അവൻ കഴിവനുസരിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ്. അല്ലാഹു ലിൽ മുഹാഫദത്തി അലസ് സ്വലവാത്തി ആമീൻ. അല്ലാഹു നമുക്ക് നിസ്കാരങ്ങളിൽ ജാഗ്രത പുലർത്താനുള്ള തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇനി നമുക്ക് തരിബാത്ത് വായിക്കാം. അജ്ബ് ഉത്തരയിതാനാണ്. ചോദ്യം 1, മൗളിഉ സ്വലാത്തി മിനദ്ദീനി മാ ഹുവ, ദീനിൽ നിസ്കാരത്തിന്റെ സ്ഥാനം എന്ത്? ശരീരത്തിൽ തലയുടെ സ്ഥാനം പോലെയാണ്. ചോദ്യം 2, മാദാ യജിബു അലാ മൻ ഫാതതഹു സ്വലാത്ത് ബിലാ ഉദ്രിൻ, കാരണം കൂടാതെ നിസ്കാരം നഷ്ടപ്പെട്ടവന് എന്താണ് നിർബന്ധം? അനിവാര്യമായ കാര്യങ്ങൾ ഒഴികെ അവൻ തന്റെ മുഴുവൻ സമയവും നിസ്കരിക്കാൻ വേണ്ടി നീക്കിവെക്കണം. മൂന്നാമത്തെ ചോദ്യം, കൈഫ യുസല്ലിൽ മരീൽ, എങ്ങനെയാണ് രോഗി നിസ്കരിക്കേണ്ടത്? അവന്റെ കഴിവനുസരിച്ച് അവൻ നിസ്കരിക്കണം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, ഇഖ്തരി സ്വഹീഹ മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് ശരി തിരഞ്ഞെടുക്കുക. 1, അസ്സലവാത്തുൽ ഖംസു ഫർളുൻ അലാമൻ, ആർക്കാണ് നിസ്കാരം നിർബന്ധം? അലാ സ്വഗീരിൻ, ഒന്നാമത്തെ ഓപ്ഷൻ ചെറിയ കുട്ടി. രണ്ടാമത്തെ ഓപ്ഷൻ അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ അഖ്ലിൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം. മൂന്നാമത്തെ ഓപ്ഷൻ അലാ കാഫിറിൻ കാഫിർ, ഉത്തരം രണ്ടാമത്തതാണ്. അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ അഖ്ലിൻ, ഇതാണ് ഉത്തരം. രണ്ടാമത്തെ ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണ്. അസ്സലാത്തു അസ്സൗമു അൽ ഹജ്ജു, ഏതാണ് ഉത്തരം? അസ്സലാത്ത്, നിസ്കാരമാണ്. മൂന്നാമത്തത് മൻ അഖറ സ്വലാത്ത ബിഗൈരി ഉദ്രിൻ, കാരണമില്ലാതെ നിസ്കാരം പിന്തിച്ചവന്. യൽസിമു അലൈഹിൽ ഖളാഉ ഫൗറ, വേഗത്തിൽ ഖളാ അവരുടെ നിർബന്ധം. അമില ഖൈറൻ, അവനൊരു നന്മ ചെയ്തു. ലൈസ അലൈഹി ഷൈഉൻ, ഒന്നുമില്ല. ഉത്തരം ഏതാണ്? ഒന്നാമത്തതാണ്. യൽസമു അലൈഹിൽ ഖളാഉ ഫൗറൻ, വേഗത്തിൽ ഖളാ അവരുടെ നിർബന്ധം. തേർഡ് ആക്ടിവിറ്റി, ഇംനയിൽ ഫറാഗ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാം. ചോദ്യം 1, അവ്വലു മാ യുഹാസിബു ബിൽ അബ്ദു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഒരു അടിമ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്താണ്? അസ്സലാത്ത്, നിസ്കാരമാണ്. രണ്ടാമത്തത് അസ്സലാത്തു ലാ തസ്ഖുതു, നിസ്കാരം ഒഴിവാകൂല. എന്താ പൂരിപ്പിക്കുക? മാദാമൽ അഖ്ലു സാബിത, ബുദ്ധി സ്ഥിരമാകുന്ന സമയത്തൊക്കെ എന്നാണ് അതിന്റെ അർത്ഥം. മൂന്നാമത്തത് സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ് ഖാല, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഏതാണ്? അപ്പോ ഖാല, നബി തങ്ങൾ പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം നിശ്ചിത സമയത്ത് നിസ്കരിക്കലാണ്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി അന്നഷാദു തത്ബീഖി, ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാനാണ്. 1, നബ്ഹസു അൻ ഔഖാത്തി സ്വലവാത്തിൽ ഖംസില്ലത്തി സ്വല്ലൈനാഹാ മുൻദു സലാസത്തി അയ്യാമിൻ മാദിയത്തിൻ അദാഅൻ വഖളാഅ, 3 ദിവസത്തെ നിസ്കാരം അദാ ആയിട്ടാണോ ഖളാ ആയിട്ടാണോ നിസ്കരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. രണ്ടാമത്തത് നഹ്ഫളു ആയത്തൻ ഇന്ന സ്വലാത്ത കാനസ് അൽ മുഅ്മിനി കിതാബൻ മൗഖൂത എന്ന ആയത്ത് എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. എന്നതിന്റെ അർത്ഥം തീർച്ചയായും നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ടതാക്കിയിരിക്കുന്നു. മൂന്നാമത്തത് നക്തശിഫു ഖംസ ആയാത്തിൻ മിനൽ ഖുർആനി തതഅല്ലഖു ബിസ്സലാ, നിസ്കാരമായി ബന്ധപ്പെട്ട 5 ആയത്ത് ഖുർആനിൽ കണ്ടെത്താം. ഒന്നാമത്തെ ആയത്ത് നോക്കൂ,
വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ബഖറ സൂറത്തിലെ 45-ാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് വഅഖീമുസ്സലാത്ത വആത്തുസ്സകാത്ത വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. ബഖറ സൂറത്തിലെ 110-ാമത്തെ ആയത്ത്. മൂന്നാമത്തത് വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാഹ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയഹ വയദ്റഊന ബിൽഹസനത്തി സയ്യിഅഹ ഉലൈക ലഹും ഉഖ്ബദ്ദാർ. റഅദ് സൂറത്തിലെ 22-ാമത്തെ ആയത്ത്. നാലാമത്തെ ആയത്ത് ഖുൽ ലിഇബാദിയല്ലദീന ആമനൂ യുഖീമുസ്സലാത്ത വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയഹ മിൻ ഖബ്ലി അൻ യഅതിയൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ. ഇബ്രാഹിം സൂറത്തിലെ 31-ാമത്തെ ആയത്ത്. അഞ്ചാമത്തെ ആയത്ത് വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി വഅഖാമുസ്സലാഹ ഇന്നാ ലാ നുളിഉ അജ്റൽ മുഹ്സിനീൻ. ആറാഫ് സൂറത്തിലെ 170-ാമത്തെ ആയത്ത്. അള്ളാഹു നമുക്ക് കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.